എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ പറഞ്ഞല്ലോ 8ഓളം അനുഭവങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക. നിങ്ങളുടെ ഒരു അനുഭവം ഇതിലുണ്ടായേക്കാം. ഇല്ലെങ്കിൽ അടുത്ത ദിവസം ഉണ്ടാവും ട്ടോ. എൻ്റെ ഒരു അനുഭവം പറയാനാണ്. ഇത് വലിയ കാര്യമാണോ എന്നറിയില്ല. എന്നാലും ഞാൻ പയ്യന്നൂരിനടുത്തുള്ള ഒരു സ്ഥലത്താണ്. ഞാനും ഭർത്താവും തൃക്കരിപ്പൂർ ചക്രപാണി ശ്രീകൃഷ്ണ അമ്പലത്തിൽ പോകാമെന്ന് തീരുമാനിച്ചു. പോകുന്ന ദിവസം നല്ല മഴയായിരുന്നു. അതുകൊണ്ട് ഭർത്താവ് ഇന്ന് പോകണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ പറഞ്ഞു, ആദ്യമായിട്ട് പോകാൻ വിചാരിച്ചതല്ലേ, ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം എന്ന് പറഞ്ഞു. ഞാൻ ആദ്യമായിട്ട് പോകുന്നത് വൈകിയും വൈകിയും പെയ്തു ട്ടോ. പോകുമ്പോൾ ഞാൻ വിചാരിച്ചു, എനിക്കൊരു അനുഭവം തരുമോ, ഞാൻ ത്രിമധുരത്തിൽ പറയുമെന്ന്. ഞാൻ അമ്പലത്തിലെത്തിയപ്പോൾ നട അടയ്ക്കാനായി. ഞാൻ എത്തി തൊഴുതു. അത് കഴിഞ്ഞ് നട അടച്ചു ട്ടോ. പിന്നെ തിരുവോണ സദ്യ കഴിച്ചു. തിരിച്ച് ബസ് കയറാൻ കുറച്ച് നടക്കണം. കഴിച്ചിട്ട് ഞാൻ ഇറങ്ങുമ്പോൾ പ്രാർത്ഥിച്ചു, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, എനിക്കൊരു ഓട്ടോ കിട്ടണേന്ന്. ഞാൻ ഇറങ്ങി അമ്പലത്തിൻ്റെ പടികൾ ഇറങ്ങി വരുമ്പോൾ തന്നെ ഒരു ഓട്ടോ എന്നെ കാത്തു നിൽക്കുന്നു. എനിക്ക് സന്തോഷമായിട്ടോ. നല്ല മഴയായിരുന്നു. വീട്ടിൽ എന്തായാലും ഇന്ന് തന്നെ പോകണം. അത് പറഞ്ഞിട്ടാണ് ഇറങ്ങിയത് ട്ടോ. അങ്ങനെ കണ്ണൻ കൂട്ടനുണ്ട് എന്ന ധൈര്യത്തിൽ ഞാൻ അമ്പലത്തിൽ പോയി വന്നു. ഇത് വലിയ അനുഭവം എന്നല്ലായിരിക്കാം, എന്നാലും എൻ്റെ കണ്ണൻ എൻ്റെ കൂടെ ഉള്ളതുപോലെ തോന്നി. രാധേ രാധേ. ഇപ്പം വലിയ അനുഭവം തന്നെയാണ്. അങ്ങനത്തെ സമയത്തൊക്കെ നമുക്ക് കണ്ണനെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മൾ നടക്കുക. നമ്മുടെ ജീവിതത്തിൽ ഒറ്റയ്ക്കാവുമെന്ന് തോന്നുന്ന ചില നിമിഷങ്ങളൊക്കെ ഇല്ലേ, അപ്പോൾ ആ നിമിഷത്തിൽ കണ്ണനല്ലാതെ മറ്റാരാണ് കൂടെ ഉണ്ടാവുക? ഇതിൽ കൂടുതൽ മനോഹരമായിട്ടുള്ള അനുഭവങ്ങൾ വേറെ എന്താണ് വരാനുള്ളത്? വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരാം, ജോയിൻ ബട്ടണിലൂടെ വരണം, ഫേസ്ബുക്കിൻ്റെ കമൻറ്റ് ബോക്സിൽ ഡീറ്റെയിൽസ് ഉണ്ടാവും. ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ പറഞ്ഞല്ലോ 8ഓളം അനുഭവങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക. നിങ്ങളുടെ ഒരു അനുഭവം ഇതിലുണ്ടായേക്കാം. ഇല്ലെങ്കിൽ അടുത്ത ദിവസം ഉണ്ടാവും ട്ടോ. എൻ്റെ ഒരു അനുഭവം പറയാനാണ്. ഇത് വലിയ കാര്യമാണോ എന്നറിയില്ല. എന്നാലും ഞാൻ പയ്യന്നൂരിനടുത്തുള്ള ഒരു സ്ഥലത്താണ്. ഞാനും ഭർത്താവും തൃക്കരിപ്പൂർ ചക്രപാണി ശ്രീകൃഷ്ണ അമ്പലത്തിൽ പോകാമെന്ന് തീരുമാനിച്ചു. പോകുന്ന ദിവസം നല്ല മഴയായിരുന്നു. അതുകൊണ്ട് ഭർത്താവ് ഇന്ന് പോകണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ പറഞ്ഞു, ആദ്യമായിട്ട് പോകാൻ വിചാരിച്ചതല്ലേ, ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം എന്ന് പറഞ്ഞു. ഞാൻ ആദ്യമായിട്ട് പോകുന്നത് വൈകിയും വൈകിയും പെയ്തു ട്ടോ. പോകുമ്പോൾ ഞാൻ വിചാരിച്ചു, എനിക്കൊരു അനുഭവം തരുമോ, ഞാൻ ത്രിമധുരത്തിൽ പറയുമെന്ന്. ഞാൻ അമ്പലത്തിലെത്തിയപ്പോൾ നട അടയ്ക്കാനായി. ഞാൻ എത്തി തൊഴുതു. അത് കഴിഞ്ഞ് നട അടച്ചു ട്ടോ. പിന്നെ തിരുവോണ സദ്യ കഴിച്ചു. തിരിച്ച് ബസ് കയറാൻ കുറച്ച് നടക്കണം. കഴിച്ചിട്ട് ഞാൻ ഇറങ്ങുമ്പോൾ പ്രാർത്ഥിച്ചു, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, എനിക്കൊരു ഓട്ടോ കിട്ടണേന്ന്. ഞാൻ ഇറങ്ങി അമ്പലത്തിൻ്റെ പടികൾ ഇറങ്ങി വരുമ്പോൾ തന്നെ ഒരു ഓട്ടോ എന്നെ കാത്തു നിൽക്കുന്നു. എനിക്ക് സന്തോഷമായിട്ടോ. നല്ല മഴയായിരുന്നു. വീട്ടിൽ എന്തായാലും ഇന്ന് തന്നെ പോകണം. അത് പറഞ്ഞിട്ടാണ് ഇറങ്ങിയത് ട്ടോ. അങ്ങനെ കണ്ണൻ കൂട്ടനുണ്ട് എന്ന ധൈര്യത്തിൽ ഞാൻ അമ്പലത്തിൽ പോയി വന്നു. ഇത് വലിയ അനുഭവം എന്നല്ലായിരിക്കാം, എന്നാലും എൻ്റെ കണ്ണൻ എൻ്റെ കൂടെ ഉള്ളതുപോലെ തോന്നി. രാധേ രാധേ. ഇപ്പം വലിയ അനുഭവം തന്നെയാണ്. അങ്ങനത്തെ സമയത്തൊക്കെ നമുക്ക് കണ്ണനെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മൾ നടക്കുക. നമ്മുടെ ജീവിതത്തിൽ ഒറ്റയ്ക്കാവുമെന്ന് തോന്നുന്ന ചില നിമിഷങ്ങളൊക്കെ ഇല്ലേ, അപ്പോൾ ആ നിമിഷത്തിൽ കണ്ണനല്ലാതെ മറ്റാരാണ് കൂടെ ഉണ്ടാവുക? ഇതിൽ കൂടുതൽ മനോഹരമായിട്ടുള്ള അനുഭവങ്ങൾ വേറെ എന്താണ് വരാനുള്ളത്? വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരാം, ജോയിൻ ബട്ടണിലൂടെ